പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ പ്രതി സിറാജുദ്ദീനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുന്നു. ഈ അസ്മ മരിച്ച വീട്ടിലാണോ ഇപ്പോൾ തെളിവെടുപ്പ്? സ്മൃതി, കഴിഞ്ഞ 1.5 വർഷമായി ഈ അസ്മയും പ്രസവത്തിനിടെ മരിച്ച പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മയും ആലപ്പുഴ സ്വദേശിയായ ഭർത്താവ് സിറാജുദ്ദീൻ താമസിച്ചിരുന്ന വീടാണ് ഈ മലപ്പുറം ചെട്ടിപ്പറമ്പിലെ ഈ വാടക വീട്. ഈ വാടക വീട്ടിൽ വെച്ചാണ് ഈ യുവതിയുടെ പ്രസവവും അതിനിടെ ദാരുണമായ അന്ത്യവും സംഭവിക്കുന്നത്. ആ വീട്ടിലെത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. മലപ്പുറം സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടക്കമുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥരോടൊപ്പമുണ്ട്. അന്ന് ഇത്തരത്തിൽ പ്രസവത്തിനിടെ രക്തസ്രാവം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളൊക്കെ തന്നെ കുഴിച്ചുമൂടിയ സ്ഥലങ്ങളുണ്ട്. അതിനടുത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അതിന് ഉപയോഗിച്ച മൺവെട്ടി അടക്കമുള്ള പോലീസ് സ്ഥലത്ത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിക്കെതിരെ ഇപ്പോൾ തന്നെ പോലീസ് BNS 105 അതുപോലെ തന്നെ 238 ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അഥവാ നരഹത്യ കുറ്റവും അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായുള്ളൊരു തെളിവെടുപ്പ് കൂടിയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഏകദേശം 1:20 ഈ സിറാജുദ്ദീനുമായി പോലീസ് സംഘം ഈ ചട്ടിപ്പറമ്പിലെ വാടക ക്വാർട്ടേഴ്സിലെത്തിയത്. അന്ന് സിറാജുദ്ദീൻ പോലീസ് നൽകിയ മൊഴി അനുസരിച്ച് വൈകുന്നേരം 6 മണിയോടെ, ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് അസ്മയുടെ പ്രസവം ഇവിടെ നടക്കുന്നത്. പ്രസവം നടന്ന് ഏകദേശം അതിനുശേഷം അസ്മ ഈ കുഞ്ഞിന് പാല് നൽകുകയും പിന്നീട് ഈ അസ്മയ്ക്ക് ഭർത്താവ് സിറാജുദ്ദീൻ ഭക്ഷണമായി കഞ്ഞി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ശ്വാസമുട്ട് അനുഭവപ്പെടുകയും 9 മണിയോടെ അസ്മയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളോ ഇല്ലെങ്കിൽ നാട്ടുകാർ ഉൾപ്പെടെ ആരെയും അറിയിക്കാതെയായിരുന്നു പിന്നീട് ഈ വിഷയത്തെ ഭർത്താവ് സിറാജുദ്ദീൻ കൈകാര്യം ചെയ്തിരുന്നത്. തനിക്കുമായി ബന്ധമുള്ള ഇതേ സമാനമായ നിലപാടുള്ള ഏതാനും യുവാക്കളെ പല നാടുകളിൽ നിന്നായി വിളിച്ചു വരുത്തി അവരോടൊപ്പമുള്ള സ്ത്രീകളെയും വിളിച്ചു വരുത്തി പുലർച്ചെ 2 മണിയോടെയാണ് പെരിന്തൽമണ്ണ സ്വദേശിയായവരുടെ ആംബുലൻസിൽ ഇവിടെ നിന്നും പിന്നീട് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാരെയോ ഇല്ലെങ്കിൽ പരിസരവാസികളോ ഒന്നും തന്നെ വിവരം അറിയിക്കാൻ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ആംബുലൻസ് ഇവരോടക്കം വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു മൃതദേഹം കൊണ്ടുപോയത്. പ്രതികരണം അതാണ് നേരത്തെ കാണിക്കുന്നത്. ഇപ്പോൾ സിറാജുദ്ദീനുമായുള്ള തെളിവെടുപ്പാണ് പുരോഗമിക്കുന്നത്.